കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 17 അതിൻ്റെ 5-ാമത്തെ വാക്യം. എൻ്റെ നടപ്പ് നിൻ്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു, എൻ്റെ കാൽ വഴുതിയതുമില്ല. അനുഗ്രഹീതമായ ഈ വാക്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്, ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയാണ് 17-ാമത്തെ സങ്കീർത്തനമെന്ന് പറയുന്നത്. എപ്പോഴും ശത്രുവിൻ്റെ പ്രവർത്തികൾക്കകത്ത് അല്ലെങ്കിൽ ശത്രുവിൻ്റെ സംഹാരങ്ങൾക്കകത്ത് പെട്ടുപോകുന്ന ദൈവമക്കളുടെ അവസ്ഥയെ വിശദീകരിക്കുന്ന ഒരു സങ്കീർത്തനം കൂടെയാണ് 17-ാമത്തെ സങ്കീർത്തനം. അതിൻ്റെ മുമ്പിലത്തെ വാക്യം നമ്മൾ വായിക്കും. മനുഷ്യരുടെ പ്രവർത്തികളെ കണ്ടിട്ട് ഞാൻ നിന്റെ അധരങ്ങളുടെ വചനത്താൽ നിഷ്ഠൂരൻ്റെ പാതകളെ സൂക്ഷിച്ച് ഒഴിഞ്ഞിരിക്കുന്നു. അപ്പം അങ്ങനെയുള്ള ചില നമ്മളെ കെണിയിൽ അകപ്പെടുത്തുന്ന ചില മേഖലകൾ, അതിൽ നിന്നൊക്കെ മാറുന്ന ഒരു മണ്ഡലം. എങ്ങനെയാണ് ഒരു ദൈവ പൈതൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? ഇവിടെ ദാവീദ് പറയുന്നു, എൻ്റെ നടപ്പ് നിൻ്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു, എൻ്റെ കാൽ വഴുതിയതുമില്ല. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വഴുതലിൻ്റെ അനുഭവം വരാറുണ്ട് അല്ലേ? ജീവിതത്തിൽ വഴുതിപ്പോകുന്ന അല്ലെങ്കിൽ വീണു പോകുന്ന ചില മേഖലകളുണ്ട്. ദൈവം നമ്മളെ നിർത്തുന്നു എന്നെങ്കിൽ അതൊരു അനുഗ്രഹമാണ്, അല്ല സ്തോത്രം. എന്നാൽ ബൈബിൾ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് സ്തോത്രമല്ലേ ലൂയ, അല്ല നമ്മൾ വീഴാതെ ദൈവസേന നമ്മൾ നിൽക്കണം. യൂദായുടെ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ വീഴാതെ വണ്ണം നമ്മെ കാക്കുന്ന ഒരു കർത്താവുണ്ട്, വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഇവിടെ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, അല്ല സ്തോത്രം, വീണു പോകുന്ന അവസ്ഥകൾ, വഴുതി പോകുന്ന അവസ്ഥകൾ. അലപ്രൈസിലെ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ലോകത്തിൽ വിശ്വാസത്തിൻ്റെ കപ്പൽ തകർന്നുപോയ അലക്സാണ്ടർ ഹുമനിയോസ് എന്നൊക്കെ പറഞ്ഞ വ്യക്തികൾ, അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. യേശുവിൻ്റെ കൂടെ 3.5 വർഷക്കാലം നടന്നിട്ട് യൂദാ ശിഷ്യന്മാരുടെ അനുഭവം തള്ളപ്പെടുകയായിരുന്നു ചെയ്തത് അല്ലേ? അവിടെയെല്ലാം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, പലപ്പോഴും ദൈവത്തോടു കൂടെ നിൽക്കുന്നു എന്ന് പറയുകയും ലോകത്തിൻ്റെ മോഹത്തിലേക്ക് വഴി മാറിപ്പോവുകയും ചെയ്യുന്ന അവസ്ഥകൾ ജീവിതത്തിനകത്തുണ്ട്. അതിന് നടുവിൽ നിന്ന് കർത്താവ് നമ്മളെ ഉദ്ധരിക്കണമെങ്കിൽ വേദപുസ്തകം പറയുന്നത് പോലെ സ്തോത്രം, നമ്മുടെ നടപ്പ് കർത്താവിൻ്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നാൽ ഒരിക്കലും നിൻ്റെ കാൽ വഴുതുവാൻ ദൈവം അനുവദിക്കത്തില്ല. അബ്രഹാം സ്തോത്രം, കർത്താവ് ഞാൻ നിന്നെ കാണിപ്പ ദേശം നോക്കി പുറപ്പെടുക എന്ന് പറഞ്ഞപ്പോൾ ആ ശബ്ദത്തിന് പുറകെ യാത്ര ചെയ്ത അബ്രഹാം പ്രീസല്, അവൻ കനാൻ ദേശത്തിൽ എത്തിച്ചേർന്നു. വാഗ്ദത്ത നന്മകൾ അവൻ അനുഭവിച്ചു, അവൻ്റെ തലമുറകളെ ദൈവം അനുഗ്രഹിച്ചു. അല്ല സ്തോത്രം. പക്ഷേ അബ്രഹാമിനോടൊപ്പം ഇറങ്ങി പുറപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു ലോത്ത് അല്ലേ? അല്ല പക്ഷേ അവൻ്റെ ചുവട് ദൈവത്തിൻ്റെ കൂടെ ആയിരുന്നില്ല, അവൻ്റെ മനസ്സ് ദൈവത്തോടു കൂടെ ആയിരുന്നില്ല. അവൻ കണ്ടതിലേക്ക് അവൻ പെട്ടെന്ന് താൽക്കാലികമായി കയറി വന്ന ചില മേഖലകളിലേക്കാണ് അവൻ്റെ കണ്ണു പോയത്. അവസാനം എവിടെ ചെന്ന് നിന്നു? അവസാനം അവൻ്റെ തകർച്ച, അവൻ്റെ ജീവിതം നാശകരമായി മാറുവാൻ തക്കവണ്ണം ഇടവന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി ഓടുമെങ്കിൽ, ദൈവത്തിൻ്റെ പുറകെ യാത്ര ചെയ്യുമെങ്കിൽ ഒരു നാൾ നീ കുലുങ്ങി പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, സ്തോത്രമല്ലേ ലൂയ, കർത്താവിനെ അനുഗമിക്കുന്ന ഒരു ദൈവം ഇതിൻ്റെ ജീവിതത്തിനകത്ത് ഒരു ദോഷവും വരാതെ കർത്താവ് പരിപാലിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. പ്രൈസല് നോഹ എന്ന ദൈവ മനുഷ്യനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് അല്ലേ? കർത്താവിൻ്റെ ശബ്ദം കേട്ട് അതുപോലെ നടന്ന മനുഷ്യൻ. വെള്ളം കയറി സ്തോത്ര ജലപ്രളയം വന്ന് മുഴുവൻ ആ തലമുറയിലെ മുഴുവൻ ആൾക്കാരും നശിക്കുമ്പോഴും സ്തോത്രം നോഹയെയും കുടുംബത്തെയും ദൈവം രക്ഷിപ്പാനിടവന്നു. ദൈവത്തോടു കൂടെ നടന്നൊരു മനുഷ്യനായ ഹാനോക്കിനെ കുറിച്ച് ബൈബിൾ പരാമർശിക്കുന്നു. എല്ലാം ദൈവത്തിൻ്റെ കൂടെ നടന്നവരെ എല്ലാം ദൈവം അനുഗ്രഹിപ്പാനിടവന്നു. ഇന്ന് രാത്രി ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, കർത്താവിൻ്റെ കൂടെ നടക്കുക, നിങ്ങളെ അവൻ അനുഗ്രഹിക്കും. നിങ്ങളുടെ അവസ്ഥകൾക്ക് ദൈവം വ്യത്യാസം വരുത്തും. കർത്താവ് അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചെറുകടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്താട്ട് എല്ലാ മഹത്വം കർത്താവിന്, യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.